നമസ്കാരം, ഞാൻ ജ്യോതിഷർണ്ണ വേണു മഹാദേവ്. നമ്മൾ ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു വിശിഷ്ട അവസരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പൊങ്കാല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ആണുങ്ങളെക്കാൾ സ്ത്രീകളുടെ മനസ്സിൽ ഒരു വലിയ ഐശ്വര്യത്തിൻ്റെയും അവരുടെ ഒരു അഭിമാനത്തിൻ്റെയൊക്കെ ഭാഗമായ ഒരു വലിയ സന്ദർഭമാണിത്. കാരണം അവർക്ക് അഭിമാനിക്കാവുന്നൊരു സന്ദർഭമാണ് പൊങ്കാല. ലോകത്ത് നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നമ്മൾ അഭിമാനിക്കുന്നൊരു സാഹചര്യമാണ് ശബരിമല സീസൺ വരുന്നതും മാലയിടുന്നതുമൊക്കെ. അതുപോലെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് അവർക്കൊരു വലിയ അവരുടെ തന്നെ ഒരു ആഘോഷവും അവരുടെ തന്നെ അവകാശപ്പെട്ടൊരു ആഘോഷമൊക്കെയായിട്ട് കണക്കാക്കുന്നൊരു സമയമാണ്. അപ്പോൾ അത്രയും മഹനീയമായൊരു സന്ദർഭമാണ് പൊങ്കാല എന്ന് പറയുമ്പോൾ. നമ്മൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം പൊങ്കാലക്കലം, അതായത് മണ്ണ് കൊണ്ടുള്ള പൊങ്കാലക്കലം. ആ മണ്ണ് കൊണ്ടുള്ള പൊങ്കാലക്കലത്തിൽ ജലം, അതായത് മണ്ണെന്ന് പറയുമ്പോൾ ഭൂമി തത്വമായി, അതിൽ ജലം ജലതത്വമായി, അതിൽ അഗ്നി, വായു, ആകാശം, ഈ പഞ്ചഭൂത നിർമ്മിതമായ നമ്മുടെ ശരീരം, അതിനകത്തെ നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും സമർപ്പിക്കുന്നതിന് തുല്യമാണ് പൊങ്കാല. അപ്പോൾ ആ പൊങ്കാലയിൽ ഏറ്റവും നമ്മൾ മറ്റ് ദ്രവ്യങ്ങളൊക്കെ അതിനകത്ത് സമർപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും വിശിഷ്ടമായൊരു ദ്രവ്യം എന്ന് പറയണം, അല്ലെങ്കിൽ അതിനായി ഏറ്റവും വിശിഷ്ടമായി നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് പൊങ്കാലക്കലം. കാരണം പൊങ്കാലക്കലം നമ്മുടെ ഒരു അറിവിൽ എല്ലാ വർഷവും പുതിയ പൊങ്കാലക്കലം വാങ്ങി തന്നെയാണ് എല്ലാവരും പൊങ്കാല ഇടുന്നത്. എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച പൊങ്കാലക്കലം വീണ്ടും കഴുകി വൃത്തിയാക്കി ഉപയോഗിച്ചുകൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിന് തൃപ്തി വരില്ല. കാരണം പൊങ്കാലക്കലം എപ്പോഴും അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഈ പഞ്ചഭൂതാത്മകമായ എല്ലാം തന്നെ ശുദ്ധവൃത്തിയും പുതുമയുള്ളതായിരിക്കണം. അതുകൊണ്ട് പൊങ്കാലക്കലം നമ്മൾ ശുദ്ധവൃത്തിയോടെ തന്നെ ഒരു പുതിയ കലത്തിൽ തന്നെ സമർപ്പിക്കും. പക്ഷേ ധാരാളം സ്ത്രീകൾക്കും പുതിയ ജനറേഷനുള്ള അവർക്കൊക്കെ സംശയം വരാവുന്നൊരു കാര്യമാണ് ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് ഈ കലം നമ്മൾ എന്ത് ചെയ്യണം. കാരണം അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച കലമാണ്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഈ പൊങ്കാല പ്രസാദം മറ്റുള്ളവർക്കും അയൽക്കാർക്കും കുഞ്ഞുങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ആ പൊങ്കാലക്കലം പിന്നെയും നമ്മൾ കഴുകി വൃത്തിയാക്കി വീട്ടിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യണം? ഇതിനുള്ള ഏറ്റവും നല്ല ഒരു താന്ത്രികമായ ഉത്തരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്കാലക്കലം നമ്മൾ വീട്ടിൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യവും അന്നത്തിന് ഉപയോഗിക്കുന്ന അരി, കുറച്ച് അരിയെങ്കിലും അതിൽ ശേഖരിക്കുകയും നമ്മൾ നിത്യവും ആഹാരത്തിന് വേണ്ടി നമ്മൾ അരി ഇടുമ്പോൾ ഈ പൊങ്കാലക്കലത്തിൽ സൂക്ഷിച്ചിട്ടുള്ള അരിയിൽ നിന്ന് ഒരു നുള്ള അരിയുടെ അതിൽ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും വീട്ടിൽ അന്നത്തിന് അല്ലെങ്കിൽ ധാന്യത്തിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് കഷ്ടതയോ വരില്ലെന്നും നമുക്ക് ദാരിദ്ര്യം വരില്ലെന്നും ഒക്കെയാണ് പഴയ മുത്തശ്ശിമാർ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ അനുവർത്തിക്കണം. മറ്റൊന്ന്, ഈ പൊങ്കാലക്കലം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നൊരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊങ്കാലക്കലത്തിൽ നമ്മൾ നല്ല ശുദ്ധമായ മണ്ണ് നിറച്ച് മുല്ല, പിച്ചി, അതുപോലുള്ള വളരെ സാത്വികമായ ദേവപൂജയ്ക്ക് ഉപയോഗിക്കുന്ന തുളസി, ഇതുപോലുള്ള സസ്യങ്ങൾ അതിൽ നട്ട് വളർത്താൻ ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് അമ്മയ്ക്ക് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവിനും ഒപ്പം സമർപ്പിച്ച ആ പൊങ്കാലയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്ന ആ കലം വളരെ ശുദ്ധവൃത്തിയും അതിനൊരു അനിഷ്ടം വരാത്ത രീതിയിൽ തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആ പൊങ്കാലക്കലത്തിൽ നമ്മളല്ലാത്ത മറ്റ് സാധനങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം മൺകലത്തിലൊക്കെ, പഴയ മൺകലത്തിൽ നമ്മൾ പുളി, അതുപോലെ ഉപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കും സ്ത്രീകൾ. പക്ഷേ പൊങ്കാലക്കലത്തിൽ മാത്രം അതൊന്നും ഇട്ട് സൂക്ഷിക്കാൻ പാടില്ല. അതിനകത്ത് ഒന്നുകിൽ വീട്ടിലേക്ക് നമ്മൾ നിത്യപാചകത്തിന് ഉപയോഗിക്കുന്ന അരി, അതല്ലെങ്കിൽ നല്ല സാത്വികമായ സസ്യങ്ങൾ നട്ട് വളർത്തുക. ആ പൊങ്കാലക്കലം ശുദ്ധവൃത്തിയോടെ ഉപയോഗിക്കുക. അത് നമുക്ക് പിന്നീടുള്ള കാലത്തും നമുക്ക് ആ അമ്മയുടെ ചൈതന്യത്തിൽ നിന്ന് കിട്ടിയ ചൈതന്യം കുടുംബത്തിൽ നിലനിൽക്കാനും നമുക്ക് അതിൽ നിന്ന് ഐശ്വര്യം ഉണ്ടാകാനും ഗുണമാകും. അങ്ങനെ ചെയ്യണമെന്നാണ് പൂർവികരായ മുത്തശ്ശിമാരും അതുപോലെ തന്നെ താന്ത്രിക അനുഷ്ഠാനം അറിയാവുന്നവരൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾ. അങ്ങനെ ആവട്ടെ. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.